ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കണം എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ കേട്ടോ. ഡിവിഡൻഡ് പേയ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടണ്ടേ. ആദ്യം ആരും മീറ്റിംഗ് കൂടണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടണം. എന്നിട്ട് മീറ്റിംഗ് കൂടന്നിട്ട് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടതെന്ന് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് എന്ന സമയം ഡേറ്റ് ഓഫ് റെക്കോർഡ് ഉണ്ടല്ലോ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഡേറ്റിനെ എന്ത് വിളിക്കുക, ഡേറ്റ് ഓഫ് റെക്കോർഡ്. അപ്പോൾ 2 ഡേറ്റ് പറയുന്നില്ല അവിടെ. ഫസ്റ്റ് ഡേറ്റ് എന്താണ്, ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടുക. എന്നിട്ട് മീറ്റിംഗ് കൂടിയിട്ട് എന്ത് തീരുമാനിക്കുക, എന്ന് കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആ ടൈമിനെയാണ് എന്ത് വിളിക്കുക, ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ്, എങ്ങനെ ടൈമിങ് എങ്ങനെയാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്ക്, ഏതിനൊക്കെ സെയിം തന്നെയാണ്, കോമൺ സ്റ്റോക്കിനും പ്രിഫറൻസ് സ്റ്റോക്കിനും എന്ത് തന്നെയാണ്. നമ്മൾ കോമൺ സ്റ്റോക്കാണ് പഠിക്കുന്നത്, പക്ഷേ ഈ ഒരു പ്രോസസ്സ് 2 സ്റ്റോക്കിനും എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസ് 4 ഡേറ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഡേറ്റ്. ഫസ്റ്റ് ഡേറ്റ് എന്താണ്, ഡിക്ലറേഷൻ ഡേറ്റ്. ഡിക്ലറേഷൻ ഡേറ്റ് കൊണ്ട് മീൻസ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആൻഡ് ദ കോർപ്പറേഷൻ വോട്ട് ആൻഡ് അപ്രൂവ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അത് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സില്ലേ മീറ്റിംഗ് കൂടിയിട്ട് എന്ത് തീരുമാനിക്കാൻ പോവുകയാണ്, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതുണ്ടല്ലോ, അത് ആദ്യം തീരുമാനിക്കും. ഇനി കൊടുക്കണമെന്ന് തീരുമാനിച്ചു വിചാരിച്ചോ, എന്ന് കൊടുക്കണം, അത് ഡേറ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിസംബർ 5-ാം തീയതി വരെ എന്ത് ചെയ്ത് കൂടി, മീറ്റിംഗ് കൂടി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു, ഡിവിഡൻഡ് എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇപ്പോൾ ഈ ഡേറ്റിൽ എന്ത് തീരുമാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് റെക്കോർഡ് തീരുമാനിക്കണം. ഡേറ്റ് ഓഫ് റെക്കോർഡ് മീൻസ് 2ാമത്തെ അല്ലേ, ഇവിടെ പറയുന്നുണ്ട് എത്ര എമൗണ്ട് കൊടുക്കണമെന്ന് നോക്കണമല്ലേ. അതുപോലെ തന്നെ എന്തും കാണിക്കണം, റെക്കോർഡ് ആസ് എ ലയബിലിറ്റി, കമ്പനിക്ക് ഒരു ബാധ്യതയായിട്ടും എന്ത് ചെയ്യണം, കാണിക്കണം. ഇപ്പോൾ ഡിസംബർ 5-ാം തീയതി അല്ലേ മീറ്റിംഗ് കൂടിയത്, ഡിസംബർ 5-ാം തീയതി മീറ്റിംഗ് കൂടി നമ്മൾ വിചാരിക്കുകയാണ് ഒരു ഡിസംബർ 20-ാം തീയതി ആകുമ്പോൾ എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ഡേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഡിവിഡൻഡ് ഒരു ഡിസംബർ 15-ന് നമ്മളൊരു ഡേറ്റ് ഇടുന്നുണ്ട്, അതിനാണ് എന്ത് വിളിക്കുന്നത്, ഡേറ്റ് ഓഫ് റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. റെക്കോർഡ് മീൻസ് ആ ഡേറ്റിൽ ആരെ പേരിലാണോ ആ സ്റ്റോക്ക് കിടക്കുന്നത് ആൾക്കാണ് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തിനാണ് അത് നോക്കണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവൻ്റിൽ നിന്ന് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് വാങ്ങി, ഈ ഡേറ്റിൻ്റെ ഇടയിൽ ആരിൽ നിന്ന് വാങ്ങി, ഇവൻ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വാങ്ങിയ കാരണം ഈ ഡിക്ലറേഷൻ ചെയ്യണത് ഡിസംബർ 5-ാം തീയതി അല്ലേ, ആ ഒരു ഡിസംബർ 10-ാം തീയതി ആകുമ്പോൾ ആരിൽ നിന്ന് വാങ്ങി, ആദർശിൻ്റെ നിന്ന് എന്ത് ചെയ്ത് വാങ്ങി. ദെൻ ഓണർ ഇപ്പോൾ ആരാണ് ശരിക്കും, ഞാനല്ലേ ഓണർ. അപ്പോൾ 15-ാം തീയതി വരെ എന്ത് നോക്കണം, ആരാണ് ഓണർ. അപ്പോൾ ഡിവിഡൻഡ് ആർക്കാണ് കിട്ടേണ്ടത്, ഇപ്പോൾ ശരിക്കും എനിക്കല്ലേ കിട്ടേണ്ടത്. ഇനി ഇത് നോക്കിയിട്ട് എനിക്ക് ആർക്കാ കിട്ടുക, ആൾക്കാർ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, 5-ാം തീയതി വരെ എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് ആ ഡേറ്റിൽ ആരോ ഓണർ നോക്കിക്കഴിഞ്ഞാൽ നടക്കുമോ. അപ്പോൾ ഒരു ഡേറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടാവും അവർ, ഒരു ഡിസംബർ 15 പറഞ്ഞ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് എന്നൊക്കെ വിളിക്കും. ആ കട്ട് ഓഫ് പോയിന്റിൽ ആരാണോ ഓണർ ആൾക്കാണ് എന്ത് കൊടുക്കേണ്ടത്, ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഡിവിഡൻഡ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാന്നുണ്ടെങ്കിൽ ഒരു ഓണറിൻ്റെ നിന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ നിന്ന് വാങ്ങാന്നുണ്ടെങ്കിൽ ഏതിൻ്റെ മുമ്പ് വാങ്ങണം, ഡിസംബർ 15-ൻ്റെ മുമ്പേ വാങ്ങണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഡേറ്റ് ഏതാ, ഡിക്ലറേഷൻ അല്ലേ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് തീരുമാനിച്ചു, ഡിവിഡൻഡ് കൊടുക്കണം തീരുമാനിച്ചു, എത്ര എമൗണ്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതുപോലെ എന്നാണ് റെക്കോർഡിംഗ് ഡേറ്റ് ഒന്നും തീരുമാനിച്ചു. റെക്കോർഡിംഗ് ഡേറ്റ് എന്നാ ഞാൻ പറഞ്ഞത്, ഡിസംബർ 15. അപ്പോൾ ഇൻ കേസ് ഒരു ഇൻവെസ്റ്ററിന് ഡിവിഡൻഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആളെന്തിൻ്റെ മുമ്പ് വാങ്ങണം, ഡിസംബർ 15-ൻ്റെ മുമ്പ് വാങ്ങണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ, ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഡിവിഡൻഡ് 16-ാം തീയതി വാങ്ങി, ഒരു സ്റ്റോക്ക് 16-ാം തീയതി വാങ്ങി, എനിക്ക് ഡിവിഡൻഡ് കിട്ടുമോ. കാരണം എന്ന് ആരെ പേര് വരണം, 15-ാം തീയതി ഇയാളെ പേര്. അപ്പോൾ കമ്പനി എന്താ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 15-ാം തീയതിയാണ് എന്ത് നോക്കുക, ആരാണ് ഇതിൻ്റെ ഓണർ നോക്കുക. അപ്പോൾ ആ ടൈമിൽ ആരാണോ ഓണർ ആൾക്കാണ് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ 15-ാം തീയതി എന്ന് വാങ്ങേണ്ടി വരും, അതിന് മുന്നേ വാങ്ങേണ്ടി വരും. ഇനി അതെന്നാ വാങ്ങേണ്ടത്, കൃത്യമായിട്ട് എന്നാ വാങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ്സ് അല്ലേ, ഡിക്ലറേഷൻ്റെ പോയിന്റ് എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് തീരുമാനിക്കുക, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കുക അല്ലേ. മീറ്റിംഗ് കൂടിയിട്ട് ഡിവിഡൻഡ് കൊടുക്കണം തീരുമാനിച്ചു. അതുപോലെ തന്നെ എന്തും തീരുമാനിച്ചു, എത്ര എമൗണ്ട് കൊടുക്കണം തീരുമാനിച്ചു. അവിടെ തന്നെ ഡേറ്റ്സിലെ ബാക്കിയുള്ള ഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്ത് നിർണ്ണയിച്ചു. എന്നാണ് റെക്കോർഡിങ്, ഡിസംബർ 15-ാം തീയതിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് ആരാണോ ഓണർ ആൾക്കാണ് എന്ത് കിട്ടുക, ഡിവിഡൻഡ്. അപ്പോൾ വാട്ട് ഈസ് ഡേറ്റ് ഓഫ് റെക്കോർഡ്. ഡേറ്റ് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബൈ ദ കമ്പനിയിലെ കമ്പനി സെറ്റ് ചെയ്യണതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡിറ്റർമൈൻ എന്ത് നിർണ്ണയിക്കാൻ വേണ്ടി, വിച്ച് ഷെയർ ഹോൾഡർ ആർ എലിജിബിൾ ഫോർ ഡിവിഡൻഡ്, ആരാണ് എലിജിബിൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആരാണോ ആരെ പേരിലാണോ ആ സ്റ്റോക്ക് കിടക്കുന്നത് ആൾക്കാണ് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ആ പറഞ്ഞ ഡിവിഡൻഡ് പെയ്ഡ് വിൽ പെയ്ഡ് ദോസ് ഹൂ
ഓൺ ദ ഷെയർ ഓൺ ദ റെക്കോർഡ് ഡേറ്റ്. റെക്കോർഡ് ഡേറ്റിൽ ആരാണ് ഓണർ ആൾക്കാണ് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേറ്റ് ഇപ്പോൾ December 15 നിൽക്കുന്നത് അവിടെ കേട്ടോ. ഇനി അതിൽ ജേണൽ എൻട്രി പറഞ്ഞിരുന്നില്ല, ഇതിലാണോ ജേണൽ എൻട്രി പറഞ്ഞത്, റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിവിഡൻഡ് പേയബിൾ അക്കൗണ്ട്. ആ എന്തെന്നറിയോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചില്ലേ, ബോർഡ് ഓഫ് ഡയറക്ടർ കൊടുക്കണം തീരുമാനിച്ചില്ലേ, കൊടുക്കണം തീരുമാനിച്ചാൽ തന്നെ നിങ്ങൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ത് ചെയ്യണം, കുറക്കണം. കാരണം നമ്മളെ കമ്പനിക്ക് ബാധ്യതയില്ലേ, കമ്പനി റീറ്റെയിൻഡ് ഏർണിങ്സിന് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു, കൊടുക്കണം, ഡിവിഡൻഡായി കൊടുക്കണം എന്നുള്ളത് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ത് ചെയ്ത് കുറച്ച്. അത് ഏതൊക്കെ മാറ്റണം, പേയബിൾ അക്കൗണ്ടിക്ക്. അതൊരു കറണ്ട് ലാബിലിറ്റി അറിയാലോ, കറണ്ട് ലാബിലിറ്റി അക്കൗണ്ടാണ് ഏത്, ഡിവിഡൻഡ് പേയബിൾ അക്കൗണ്ട്. എന്തിനാ പേയബിൾ അക്കൗണ്ടിക്ക് മാറ്റം, നിങ്ങൾ ആലോചിക്കും. ഡിവിഡൻഡ് ഇനി ഭാവിയിൽ എന്ത് ചെയ്യാനുള്ളതാണ്, കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ജേണൽ എൻട്രി ബേസിസ് ആയിട്ട് അത് ഒരു അക്കൗണ്ടിങ് ടേം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റീറ്റെയിൻഡ് ഏർണിങ്സിന് കുറക്കുക അല്ലേ. റിട്ടേൺ ഏർണിങ്സ് കുറച്ചിട്ട് അത് ഏതൊക്കെ മാറ്റുന്നത്, ഒരു ലാബിലിറ്റി അക്കൗണ്ടിക്ക് ഡിവിഡൻഡ് പേയബിൾ അക്കൗണ്ടിക്ക് മാറ്റുക. എന്തിനാ പേയബിൾക്ക് മാറ്റണമെന്ന് മനസ്സിലായല്ലോ, കാരണം ഭാവിയിൽ ഇനി ഇത് എന്ത് ചെയ്യാൻ പോകുന്നതാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ജേണൽ എൻട്രിക്ക് ശേഷം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്, എപ്പോഴും കൺഫ്യൂസിങ് ആവുന്നു, നമ്മളെ കൺഫ്യൂസ് ആക്കുന്നു ഒരു ഡേറ്റാണ് ഈ ഒരു സാധനം, എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. ഇതാണ് എപ്പോഴും മാറുക. എല്ലാവരും കേൾക്കും, കാരണം അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ഡേറ്റ് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, മാറിപ്പോവും. എക്സ് ഡിവിഡൻഡ് ഡേറ്റിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ ആവണം, എന്നാലേ റെക്കോർഡ് ഡേറ്റിലേക്ക് നമ്മൾ ഓണർഷിപ്പ് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. ആ ഡേറ്റ്സ് പണ്ടത്തെ ഡേറ്റ്സ് കിട്ടും. August 1 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്ത് ഡിക്ലറേഷൻ തീരുമാനിച്ചു, സെറ്റ് ചെയ്ത് തീരുമാനിച്ച് കൊടുക്കണം എന്നുള്ളത്. അന്ന് തന്നെ എന്തും തീരുമാനിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഡേറ്റ് എന്താണ്, August 15 റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ പേര് എന്ന് വരണം, August 15 വരണം. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നേ, എത്ര ദിവസം മുമ്പേ, ഒരു ദിവസം റെക്കോർഡ് ചെയ്യണതിൻ്റെ ഒരു ദിവസം മുമ്പേണ് എന്ത് വിളിക്കുക നമ്മൾ, എക്സ് ഡിവിഡൻഡ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എത്രയാണ്, August 14 റെക്കോർഡ് വെച്ചാൽ August 15 റെക്കോർഡ് വെച്ചാൽ August 14 എന്തായിട്ട് വരിക, എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരിക. അപ്പോൾ ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ അതിൻ്റെ എന്താണ്, ഓണർ ആവണം. ഓക്കെ, എന്നാലേ റെക്കോർഡ് ഡേറ്റിക്ക് എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ന് വാങ്ങണം എന്നുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾ എന്ന് വാങ്ങണം, August 13 എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് പറഞ്ഞാൽ റെക്കോർഡ് ഡേറ്റിൻ്റെ പിറ്റേ ദിവസം, റെക്കോർഡ് ഡേറ്റിൻ്റെ എന്താണ്, പിറ്റേ ദിവസം. അന്ന് നിങ്ങൾ ഓണറായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നെക്സ്റ്റ് ഡേ നിങ്ങൾ വരുള്ളൂ. അപ്പോൾ ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയണമെങ്കിൽ, ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയണമെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ ഒരു ദിവസം പിടിക്കും. അങ്ങനെ വിചാരിച്ചേ ഇത് പ്രോസസ്സ് ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു ദിവസം പിടിക്കും. അപ്പം നിങ്ങൾ 13 വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രോസസ്സിങ് എന്നേ നടക്കുള്ളൂ, 14 നടക്കുള്ളൂ. 15 നിങ്ങൾ എന്താവുള്ളൂ, കൃത്യമായിട്ട് ഓണറാവും. അപ്പോൾ ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് എന്ത് ചെയ്യണം, വേണം. പക്ഷേ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്താണ്, റെക്കോർഡ് ഡേറ്റിൻ്റെ പിറ്റേ ദിവസം അല്ലേ, ഒരു ദിവസം മുമ്പേ. അതിനെ തലേ ദിവസം, പിറ്റേ ദിവസം, പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ പിറ്റേ ദിവസം കേട്ടാ ആ പറ്റത്, അത് തലേ ദിവസം. ആ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങട്ടാ, ആ എനിക്ക് പിറ്റേ ദിവസം ഇങ്ങട്ടാ. ഓക്കെ, എനിക്കറിയില്ലട്ടോ, എനിക്ക് പിറ്റേ ദിവസം ഇങ്ങട്ടാ. അതായത് തലേന്നില്ലേ, തലേന്ന് ഓക്കെയല്ലേ. ആ, അതായത് 15 നിങ്ങൾക്ക് റെക്കോർഡിങ് ഡേറ്റ് വരണമെങ്കിൽ നിങ്ങൾ എന്ന് പർച്ചേസ് ചെയ്യുക, എന്ന് ഡേറ്റിൽ വരണം. നിങ്ങൾ 14 ഡേറ്റിൽ നിങ്ങൾ വരണം. 14 ഡേറ്റിൽ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ എന്ന് വാങ്ങണം, 13 വാങ്ങണം. അപ്പോൾ ജസ്റ്റ് പറയാം, എന്നാൽ വേറെ ഡേറ്റ് വെച്ചോട്ടെ, 5 റെക്കോർഡിങ്ങാ. അപ്പോൾ നിങ്ങൾ എന്ന് വാങ്ങണം, 3 വാങ്ങണം. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്നാ, 4. അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ് ഡേറ്റിൻ്റെ എന്താണ്, വ്യത്യാസം പറയട്ടില്ലേ, തലേന്നല്ലേ, തലേന്ന്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട എത്ര ദിവസം മുമ്പേണ്, 2 ദിവസം മുമ്പ് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 2 ദിവസം മുമ്പേ അല്ല, എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്താണ്, ഒരു ദിവസം മുമ്പേ അല്ലേ. പക്ഷേ പർച്ചേസ് ചെയ്യേണ്ട എന്താ, 2 ദിവസം മുമ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 13 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ആണ്, നിങ്ങൾ എന്ന് ഓണറാണ്. 15 എന്താണ്, നിങ്ങൾ ഓണറാണ്. അതുകൊണ്ട് ഡിവിഡൻഡ് ആർക്കെന്നെ കിട്ടും, നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇനി അതിലൊരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഒരു 14 ഞാൻ പർച്ചേസ് ചെയ്ത് എനിക്ക് ഡിവിഡൻഡ് കിട്ടുമോ, ഇല്ല. കാരണം ഞാൻ കൃത്യമായിട്ട് ഓണർ എന്നേ ആവുള്ളൂ, 16 ആയി വരുള്ളൂ. അപ്പോൾ ആർക്കാണ് ഡിവിഡൻഡ് കിട്ടുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന്, പഴയ ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ പ്രീവിയസ് ഷെയർ ഹോൾഡറിന് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. എന്നാൽ ഇനി അതിലും ഡെപ്തായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഞാനിതിൽ 14 വാങ്ങുമ്പോഴാണോ 13 വാങ്ങുമ്പോഴാണോ ആ സ്റ്റോക്കിന് വില ഉണ്ടാവുക, ആലോചിച്ച് നോക്കിട്ടോ. 13 പർച്ചേസ് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ വേറെ ഒരാളിൽ നിന്ന് വാങ്ങുകയല്ലേ, 13 പർച്ചേസ് ചെയ്യുമ്പോഴോ 14 പർച്ചേസ് ചെയ്യുമ്പോഴാണ് വില കൂടുതലുണ്ടാവുക സ്റ്റോക്കിന്. 13 പർച്ചേസ് ചെയ്യുമ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ 13 പർച്ചേസ് ചെയ്ത് എനിക്കാണ് എന്ത് കിട്ടാൻ പോകുന്നത്, ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്. 14 പർച്ചേസ് ചെയ്താൽ ആർക്കാണ് ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്, പ്രീവിയസ്ലി ആൾക്കാർ. അപ്പോൾ ആ ഡിവിഡൻഡിൻ്റെ പൈസയും കൂടി ആര് വാങ്ങും, നമ്മളിൽ നിന്ന് ആ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് വാങ്ങും. അതാണ് ഇതെന്ന് ചോദിക്കുന്ന മാക്സിമം ഡേറ്റ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് അങ്ങനെ ഡിവിഡൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതിൻ്റെ പിറ്റേസം പോയിട്ട് എന്ത് ചെയ്യും വേണം? വാങ്ങണം. അപ്പോൾ 10-ാം തീയതി റെക്കോർഡ് ഡേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ഡിവിഡൻറ്റ് കിട്ടണമെങ്കിൽ എന്ന് വാങ്ങണം? 8-ാം തീയതി വാങ്ങണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, എക്സ് ഡിവിഡൻറ്റ് ഡേറ്റിൽ വാങ്ങിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതിൻ്റെ പിറ്റേസം വാങ്ങണ്ടേ? അല്ലെങ്കിൽ പിറ്റേസം അല്ല, തലേന്ന് വാങ്ങണ്ടേ? അല്ലെങ്കിൽ ആഫ്റ്റർ കാര്യമുണ്ടോ? കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? 15-ാം തീയതി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പല്ല കിട്ടൂല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല? വിൽ നോട്ട് റിസീവ് ദ ഡിവിഡൻറ്റ്, നെക്സ്റ്റ് ഡിവിഡൻറ്റ്. ഇനി എന്ന് കിട്ടും? അടുത്ത കൊല്ലത്ത് കിട്ടൂലേ? ഈ കൊല്ലത്ത് എന്ത് ചെയ്യില്ല? കിട്ടൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആർക്കാണ് ഡിവിഡൻറ്റ് കിട്ടുക? സെല്ലറിന്. ആ പ്രീവിയസ് ഷെയർ ഹോൾഡർ ഉണ്ടല്ലോ, ആൾക്കാണ് എന്ത് കിട്ടുക? ഡിവിഡൻറ്റ് കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലക്ക് എന്താണ് പേയ്മെൻറ്റ് ഡേറ്റ് അല്ലേ? പേയ്മെൻറ്റ് ഡേറ്റ് പറഞ്ഞാൽ അപ്പോൾ എന്താ കാര്യം? ശരിക്കും എന്ത് കൊടുക്കുക? ഡിവിഡൻറ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് എത്രയായിരുന്നു? ഓഗസ്റ്റ് ഒരു 25-ാം തീയതി അടക്കട്ടെ. ഓഗസ്റ്റ് 25-ാം തീയതി ശരിക്കും എന്താണ് കൊടുക്കും? ഡിവിഡൻറ്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഡിവിഡൻറ്റ് ആണ് വിചാരിച്ചോ. ക്യാഷ് ഡിവിഡൻറ്റ് ആണെങ്കിൽ ഒരു പേബിൾ അക്കൗണ്ട് കാണിച്ചിട്ടില്ലടാ നമ്മൾ. അപ്പോൾ ഏതിൽ ജേണൽ എൻട്രീസ് ഇല്ല? ഡിക്ലറേഷനിൽ ജേണൽ എൻട്രി ഉണ്ട്, റെക്കോർഡിങ്ങിൽ എന്തില്ല? ജേണൽ എൻട്രി ഇല്ല. അതുപോലെ പിന്നെ എക്സിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ജേണലൊന്നും ഇല്ലല്ലോ. ഇൻവെസ്റ്റർ നോക്കേണ്ട ഒരു ഡേറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളല്ലോ. ഏതിൽ ചാനലുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു പേബിൾ അക്കൗണ്ട് കാണിച്ചിട്ടില്ലേ? ഭാവിയിൽ നിങ്ങൾ എന്ത് കൊടുക്കാനുള്ളതാണ്? ഡിവിഡൻറ്റ് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഡിവിഡൻറ്റ് പേബിൾ അക്കൗണ്ട് കാണിച്ചത്. ആ പേബിൾ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾ കൊടുത്തില്ലേ? അപ്പോൾ പേബിൾ അക്കൗണ്ട് കുറഞ്ഞു, ക്യാഷ് എന്ത് ചെയ്ത്? കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പേബിൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലേ? എന്തിനാ പേബിൾ ഡെബിറ്റ് ചെയ്യണത്? ആലോചിച്ച് നോക്കിയിട്ടോ. കമ്പനിയുടെ പെർസ്പെക്റ്റീവിലല്ലേ അക്കൗണ്ട്സ് ചെയ്യണത്? ഓണർ വേറെ, കമ്പനി വേറെ. ഓണർ വേറെ, കമ്പനി വേറെ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അത് ഷെയർ ഹോൾഡർ വേറെ, അതുപോലെ കമ്പനി വേറെ. ആരെ പെർസ്പെക്റ്റീവിലാണ് ചെയ്യുക? കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, കമ്പനിയുടെ ലാബിലിറ്റി കുറഞ്ഞിക്കുക, കമ്പനിയുടെ ബാധ്യത കുറഞ്ഞിക്കുക. പോസിറ്റീവ് ന്യൂസ് അല്ലേ? പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ്. നല്ല കാര്യത്തിന് ഡെബിറ്റ്, അത്ര പഠിച്ചായി. നല്ല കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? കമ്പനിക്ക് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. കമ്പനിക്ക് ചീത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേബിൾ അക്കൗണ്ട് കമ്പനിയുടെ ബാധ്യത കുറഞ്ഞിക്കുക അല്ലേ? ബാധ്യത കുറഞ്ഞിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ പോയി? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. കമ്പനിയുടെ ക്യാഷ് പോയി, ഡിവിഡൻറ്റ് കൊടുത്തുകയല്ലേ? ക്യാഷ് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ നല്ല കാര്യമാണ് പൈസ പോണത്, ചീത്ത കാര്യമല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇതുള്ളൂ കേട്ടോ. ജേണൽ എൻട്രി ഇത്രയേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് എന്തില്ല. കമ്പനിക്ക് ഏതാ നല്ലത് ഏതാ ചീത്തത് നോക്കിയാൽ ആരെ പെർസ്പെക്റ്റീവിൽ അക്കൗണ്ടിങ് ചെയ്യാമെന്ന് പഠിച്ചായി. കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്യുക? അക്കൗണ്ടിങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻറ്റ് ആക്ച്വലി എന്ത് ചെയ്തു? കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതിയല്ലടാ. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താണ് ഇപ്പോൾ പഠിച്ച സാധനം. 4 ഡേറ്റ് അല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഡേറ്റ് എന്താണ്? ഡിക്ലറേഷൻ ഡേറ്റിലെ ഒരു ഡേറ്റ് വെച്ച് പറഞ്ഞോളൂ നിങ്ങൾ. ഡിക്ലറേഷൻ ഒരു ഫെബ്രുവരി 1 വിചാരിച്ചോളൂ. ഫെബ്രുവരി 1 എന്താണ്? നമ്മൾ ഡിക്ലറേഷൻ ചെയ്തു. ആ ഫെബ്രുവരി 1 ആരൊക്കെ മീറ്റിംഗ് കൂടും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ മീറ്റിംഗ് കൂടും. എന്നിട്ട് എന്തൊക്കെ നിർണ്ണയിക്കും? എത്ര എമൗണ്ട് ഡിവിഡൻറ്റ് കൊടുക്കണം. അതുപോലെ ഇനി അങ്ങനെ താഴത്തേക്കുള്ള ഡേറ്റ്സിലെ ഡേറ്റ് ഓഫ് റെക്കോർഡ്, എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ്, അതുപോലെ എന്തൊക്കെ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ നിർണ്ണയിക്കും. അത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? റെക്കോർഡിംഗ് ഡേറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടാവും. 10-ാം തീയതിയാണ് റെക്കോർഡിംഗ് ഡേറ്റ്. അപ്പോൾ 10-ാം തീയതി ആരാണോ ഓണർ, കമ്പനി നോക്കുമ്പോൾ 10-ാം തീയതി ആരാണോ ഓണർ, ആൾക്കാണ് എന്ത് കിട്ടുക? ഡിവിഡൻറ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന് എന്താണ് പറഞ്ഞത്? തലേ ദിവസം തന്നെയല്ലേ? തലേ ദിവസത്തിനാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റ് നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്? ഫെബ് അല്ലേ? ഫെബ് 10-ന്റെ ബാക്കിൽ എന്താ കാര്യം? 9 നമ്മളെ പേരയിൽ വരണല്ലേ? പേരയിൽ വരണമെങ്കിൽ നമ്മൾ എന്ന് വാങ്ങണം? 8-ാം തീയതി വാങ്ങണം. ഓക്കെ, അപ്പോൾ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് 9-ഉം പർച്ചേസിങ് ഡേറ്റ് എന്താണ്? 8-ഉം ആണ് വരിക. ഇനി നമ്മളത് കഴിഞ്ഞിട്ട് ഒരു 20-ാം തീയതി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകും, പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ പേബിൾ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ റിവൈസ് ചെയ്യണം. എന്നിട്ട് ക്യാഷ് എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. ആക്ച്വലി എന്ത് ചെയ്യാണ്? നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നാൽ സ്പ്ലിറ്റ് എന്താണെന്ന് എഴുതിച്ചോളിട്ടോ. ഞാൻ കൂടി എടുത്തിട്ട് നമുക്ക് പള്ളിയിൽ പോകാം.